യേശുക്രിസ്തു തികഞ്ഞ ഒരു വർഗീയവാദിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ അച്ഛന്മാർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഈ ലോകകപ്പില് അർജന്റീന ജയിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട പോലും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയേ. ഈ വേൾഡ് കപ്പിൽ ഇനി അർജന്റീന എത്ര ഫോമിലല്ലെങ്കിലും അർജന്റീനയെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കളി തന്നെ കേബോ വെർദക്കെതിരെയുള്ള കഴിഞ്ഞ കളി തന്നെ 1-1 സമനിലയിൽ നിൽക്കുമ്പോൾ അടുത്ത ഗോളടിക്കാൻ കഴിയാതെ വന്നപ്പോൾ മന്ത്രിച്ചൂതിയ വെള്ളം ലിസാൻഡോ മാർട്ടിനസ് ആദ്യം മേത്ത് തേക്കുന്നു, പോകുന്നു, ഗോളടിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സമനില വന്നപ്പോൾ ക്രിസ്ത്യൻ റൊമേറോ വരുന്നു, മന്ത്രിച്ചൂതിയ വെള്ളം വീണ്ടും തേക്കുന്നു, പോകുന്നു, ഗോളടിക്കുന്നു. അവരെ കയ്യിൽ ഈ മന്ത്രിച്ചൂതിയ വെള്ളം ഉള്ളിടത്തോളം കാലം ഈ വേൾഡ് കപ്പിൽ ഒരു ടീമിനും എത്ര ഫോമിലല്ലെങ്കിലും അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിയില്ല. കേബ് വെർദെ ആയിട്ടുള്ള കളിയിൽ അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേരോയും എന്തോ മന്ത്രവാദം ചെയ്തു പോലും. എന്റെ പൊന്നു സുഹൃത്തെ, അത് മന്ത്രവാദം കൂടോത്രമൊന്നുമില്ല. അവർ വിശുദ്ധ ജലം കൊണ്ട് തങ്ങളെ തന്നെ ആശീർവദിക്കുന്നതാണ്. അതിന്റെ എഫക്ട് ആ കളിയിൽ നമ്മൾ കണ്ടതുമാണ്. ക്രിസ്ത്യൻസിന് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. വിശുദ്ധ ജലത്തിന് ശക്തിയുണ്ട് എന്നുള്ള. വൈദികൻ ആശീർവദിച്ച വിശുദ്ധ ജലം കൊണ്ട് നമ്മൾ വീട് വെഞ്ചരിക്കാറുണ്ട്, നമ്മൾ വണ്ടികൾ വെഞ്ചരിക്കാറുണ്ട്. അതിനെല്ലാം അതിൻ്റെതായ ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഈ ഹോളി വാട്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു 2 ലിറ്റർ വെഞ്ചരിച്ച വെള്ളത്തിനുള്ള ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരച്ഛൻ വന്നിട്ട് ഇത് പറയുന്നത്. അങ്ങ് ബ്രസീൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന മുതൽ തന്നെ നിങ്ങൾക്കറിയാം, ബ്രസീലിലെ ഓരോ പ്ലേയേഴ്സിനെയും ഫ്ലൈറ്റ് അടക്കം വെഞ്ചരിച്ചിട്ടാണ് അവർ വേൾഡ് കപ്പിന് പോകുന്നത്. ഞാൻ ഈ അച്ഛന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ 2 ലിറ്റർ വെള്ളം അങ്ങ് ക്യാൻസൽ ചെയ്തു. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അർജന്റീന എപ്പോഴാണ് ഈ വെഞ്ചരിച്ച വെള്ളം ഉപയോഗിക്കുന്നത്? അവർ കളിയിൽ സമനിലയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രഷറിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അവർ വരികയും ഈ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് നമ്മുടെ ബ്രസീലുകാർ അവർ നാട് വിടുന്നതിന് മുമ്പേ, അമേരിക്കയിലോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ ഫ്ലൈറ്റ് അടക്കം വെഞ്ചരിച്ചിട്ടാണ് അവന്മാർ നേരെ അമേരിക്കയ്ക്ക് വണ്ടി വിട്ടത്. എന്നിട്ട് ആ പാവം പിടിച്ചവന്മാരെ തോപ്പിച്ച് വീട്ടിലിരുത്തിയിട്ട് അവസാന നിമിഷം കൈയും കാലും പിടിച്ചവന്മാരെ ജയിപ്പിച്ച യേശുക്രിസ്തുവിനെ വർഗീയവാദി എന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? നിങ്ങൾ പറ. പിന്നെ ഈ അച്ഛന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ വെഞ്ചരിപ്പ് വെള്ളത്തിനെ കുറിച്ച് ഇത്രയും പവറാണെന്നൊക്കെ പറയുന്നുണ്ട്. വീട് വെഞ്ചരിക്കുമ്പോൾ, കാറ് വാങ്ങിക്കുമ്പോൾ ഒക്കെ വെഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വെഞ്ചരിച്ച കാർ അപകടത്തിൽ പെടാറില്ലേ? ഇനി നമ്മുടെ നാട്ടിൽ എത്രയെല്ലാം ദുരന്തങ്ങൾ വന്നു. വയനാട് ഒരു ദുരന്തം വന്നു, സുനാമി വന്നു, അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങൾ. വെഞ്ചരിച്ച ഒരു വീട് പോലും ഇടിഞ്ഞു പോയിട്ടില്ലേ? ദുരിതത്തിൽ പെട്ടിട്ടില്ലേ? പിന്നെ എന്ത് തേങ്ങാക്കൊലയാണ് ഈ വെഞ്ചരിച്ച വെള്ളത്തിൽ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വെഞ്ചരിച്ച ഒരു വണ്ടി പോലും ഇടിക്കാതിരിക്കുകയും ഒരു വീട് പോലും അപകടത്തിൽ പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെഞ്ചരിച്ച വെള്ളത്തിന്റെ പവർ നമുക്ക് സമ്മതിച്ചു തരാം. അല്ലാത്തടത്തോളം കാലം നാരങ്ങ ഉടയ്ക്കുന്നതും അല്ലെങ്കിൽ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നതിൻ്റെയും അതേ വില മാത്രമേ നിങ്ങളുടെ വെഞ്ചരിപ്പ് വെള്ളത്തിന് ഉള്ളൂ.